4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നയൻതാര മലയാള സിനിമയിൽ തിരിച്ചുവരുന്നത്. തമിഴിലും തെലുങ്കിലും ഒന്നിനു പിറകെ ഒന്നായി നല്ല സിനിമകൾ മാത്രം വരികയും തിരിച്ചുവരവിൽ നയൻ തെന്നിന്ത്യ കീഴടക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് താരത്തിന് സിദ്ദിഖിന്റെ വിളി വരുന്നത്. നയൻതാരയ്ക്ക് മലയാള സിനിമയിൽ അഭിനയിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ലെന്നാണ് കോളിവുഡ് പാപ്പരാസികൾ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് മലയാളത്തിൽ പ്രതിഫലം വളരെ കുറവാണ്. ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ 2 കോടി മുതൽ 3 കോടി രൂപ വരെയാണ് നയൻതാരയുടെ പ്രതിഫലം. ഞാനും റൌഡിതാൻ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി കൈപ്പറ്റുന്നത് 3 കോടി രൂപയാണത്രേ. അതേസമയം മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ ലഭിക്കുന്നത് 40 ലക്ഷം രൂപ മാത്രമാണ്. എന്നിരിക്കലും സിദ്ദിഖിന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ നയൻതാര സമ്മതിച്ചു. പക്ഷേ അഭിനയിക്കാമെന്ന് കരാർ ഒപ്പിടും മുൻപ് നടി ഒരേ ഒരു കണ്ടീഷൻ വെച്ചിരുന്നുവത്രേ. മറ്റൊന്നുമല്ല, ചിത്രം മറ്റേത് ഭാഷയിലേക്ക് റീമേക്ക് ചെയ്താലും അതിലെ ഹീറോയിൻ താൻ മാത്രമായിരിക്കണമെന്ന്. അത് സിദ്ദിഖ് അംഗീകരിച്ചതോടെയാണ് അഭിനയിക്കാമെന്ന് നയൻതാര സമ്മതിച്ചെന്നാണ് കേൾക്കുന്നത്. സിദ്ദിഖിന്റെ ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തമിഴിലേക്കും ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്യുന്നത് പതിവാണ്. നയൻതാര നായികയായെത്തിയ സിദ്ദിഖിന്റെ ബോഡിഗാർഡ് തന്നെ തമിഴിലേക്കും ബോളിവുഡിലേക്കും റീമേക്ക് ചെയ്തപ്പോൾ നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് നയൻ ഇങ്ങനെയൊരു നിബന്ധന വെച്ചെന്നാണ് അറിയുന്നത്.